വിന്നർ അനുമോളോ അനീഷോ? ഇതാണ് ഏറ്റവും കൂടുതൽ പേര് ഇപ്പോൾ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് 5 പൊസിഷന്റെ കറക്റ്റ് ഓർഡർ എന്തായിരിക്കും? ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് വരാം. പക്ഷെ ശരിക്കും ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും പൊസിഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? ടോപ്പ് 5 ഡിക്ലെയർ ആയി. ഇന്ന് നൂറയുടെ എവിക്ഷന്റെ കാര്യമൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നൂറ എവിക്റ്റ് ആവാൻ കാരണം നൂറ കാണിച്ചു വെച്ച വേലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതി നൂറയുടെ കൈവശം ഉണ്ട്. പക്ഷേ ബാക്കി പകുതി ഈ പറയുന്ന റീ എൻട്രീസിൽ പലരും ചെയ്തു വെച്ചത് കാരണം തന്നെയാണ് നൂറ എവിക്റ്റ് ആയിരിക്കുന്നത്. ഞാൻ പറയുന്നത് ആദിലയും നൂറയൊക്കെ വെളിയിൽ വന്നിട്ട് അവർക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എവിക്റ്റ് ആയെന്നുള്ളത്. ഈ പുറത്തുനിന്ന് അകത്തേക്ക് പോയവര് വിഷം കുത്താൻ എല്ലാവരെയും വിഷം കുത്താൻ നോക്കിയിട്ടുണ്ട്. അനുമോള് ടാർഗറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് വിഷം കുത്തിയിട്ട് കാര്യമില്ല. ഷാനവാസിന്റെ അടുത്ത് വിഷം കുത്താൻ പോയി കഴിഞ്ഞാൽ മീശ പിരിച്ച് നിൽക്കുകയാണ് ഒറ്റ കൊമ്പനെ പോലെ. ഒന്നും ഒരു വകയും നടക്കില്ല. അനീഷിന്റെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ അനീഷ് മൈൻഡ് പോലും ചെയ്യത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ് നടക്കുന്നത്. അനീഷ് മൈൻഡ് ചെയ്യില്ല. നെവിൻ്റെ അടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഹല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഓട്ടിച്ച് വിടും. കോമഡി ആയിട്ട് എടുത്ത് കളയും. പിന്നെ അവിടെ മാനിപ്പുലേറ്റഡ് ആവാൻ പറ്റിയ ലെവലിൽ അവിടെ ഉള്ള കുറച്ച് പേഴ്സണാലിറ്റീസ്, ഒന്ന് ആദില, 2 നൂറ, 3 അക്ബർ. അക്ബറിനെ അനുവിൻ്റെ അടുത്ത് കലിപ്പുള്ളതുകൊണ്ട് ഈസിലി അക്ബറിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ആദിലേക്കും നൂറയ്ക്കും അനുമോളുമായിട്ട് അവസാനം ഇഷ്യൂ വന്നു. അപ്പോൾ അവർ മാനിപ്പുലേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇത് കൃത്യമായിട്ട് പുറത്തുനിന്ന് പോയവർ യൂസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ആദിലയും നൂറയും അനുമോളുമായിട്ട് അടിച്ചു പിരിയുന്നതും അക്ബറുമായിട്ടുള്ള ഒരു വിഷയം വരുന്നതും. എന്ത് സംഭവിക്കുന്നത്? ആദിലയുടെ എവിക്ഷനും തൊട്ടടുത്ത് തന്നെ നൂറയുടെ എവിക്ഷനും. നൂറയുടെ എവിക്ഷൻ ഒരു പൂച്ചക്കുഞ്ഞ് പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവൂല. നൂറ ടോപ്പ് 5 ഉണ്ടാവണം എന്ന് തന്നെയായിരുന്നു ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും ആഗ്രഹിച്ചത്. പക്ഷെ ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആദില ഔട്ടായി കഴിഞ്ഞ് ഒരു ദിവസം വോട്ടിങ് കഴിഞ്ഞ് പിന്നെയാണ് നൂറ ഔട്ടാവുന്നത്. അപ്പം ഈ ഒരു ദിവസത്തെ വോട്ടിങ് ആദിലയ്ക്കും നൂറയ്ക്കും കൂടെ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ ഉറപ്പായിട്ടും നൂറയ്ക്ക് മാത്രമായിട്ടല്ലേ വോട്ട് ചെയ്യത്തുള്ളൂ. ഈ ഒരു ദിവസം കിട്ടിയിട്ട് പോലും നൂറ ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മീൻസ് പ്രേക്ഷകർ കൈ മലർത്തി കളഞ്ഞു. എന്തിന് കൈ മലർത്തണം? അത്രയും ദിവസം നൂറയെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിർത്തിയിട്ട് ആദില ഔട്ടായി. ആദിലയും കൂടെ വോട്ടും കൂടെ വന്ന് കിട്ടുന്ന വോട്ട് ഡബിൾ ആയി അതിൻ്റെ ഇരട്ടി ആവാനുള്ളതിന് പകരം നൂറ അവിടെ ഔട്ടായിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ കൈ മലർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നേ ഉള്ളൂ റീസൺ. ഇവിടെ പുറത്തുനിന്ന് പോയിട്ടുള്ള റീ എൻട്രീസ് പോയി അകത്തുനിന്ന് വിഷം തുപ്പി മാനിപ്പുലേറ്റ് ചെയ്തു, വിഷം കുത്തിവെച്ചു. ഇതിനകത്ത് അവർ വീണു, ഇവർ തിരിഞ്ഞു. അതാണ് കാര്യം. ഞാനൊരു കമ്മ്യൂണിറ്റി പോള് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മുന്നേ. ഓക്കെ, ആ പോള് ഞാനൊന്ന് വായിക്കാം. ആ പോളിനകത്ത് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവം. നൂറ ഔട്ട് ആവാൻ കാരണം ആര് എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അനുമോൾ കാരണമാണ് നൂറ ഔട്ടായത്, ഓപ്ഷൻ 1. നൂറ തന്നെയാണ് സ്വയം വിന വരുത്തിയത്, ഓപ്ഷൻ 2. ആദില ഇട്ട ബോംബ് കാരണമാണ് നൂറ പോയത്, ഓപ്ഷൻ 3. റീ എൻട്രി ചെയ്ത ചിലർ കാരണമാണ്, 100% ഉറപ്പ് എന്നിങ്ങനെ 4 ഓപ്ഷനാണ് കൊടുത്തത്. 94,000 പേര് ഇതിനകത്ത് ടോട്ടൽ പോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 53% ആൾക്കാർ പറയുന്നത് റീ എൻട്രി ചെയ്ത ചിലർ കാരണമാണ് നൂറ് ഔട്ടായത്, 100% ഉറപ്പെന്നാണ് പറയുന്നത്. 54% ആൾക്കാർക്ക് അവർക്ക് തലയ്ക്ക് വട്ടല്ല. യൂട്യൂബിനകത്ത് പോൾ ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരല്ല, അവർ ഈ 24/7 ലൈവ് കാണുന്നതാണ്. പിന്നെ 18% ആൾക്കാർ പറയുന്നത് ആദില ഇട്ട ബോംബ് കാരണമാണ് നൂറ പോയത്. 17% ആൾക്കാർ പറയുന്നത് നൂറ തന്നെയാണ് സ്വയം വിന വരുത്തിയത്. 13% ആൾക്കാർ പറയുന്നത് അനുമോള് കാരണമാണ് നൂറ ഔട്ടായെന്നാണ്. യൂട്യൂബ് പോള് ഒരിക്കലും PR-കാർ വിചാരിച്ചു കഴിഞ്ഞാലോ ഇനി PR-ന്റെ ആര് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമെന്തോ. യൂട്യൂബിനകത്ത് കയറി വേറെ എവിടെ ഹാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും യൂട്യൂബിനകത്ത് ഒരു പരിപാടിയും നടക്കൂല. അത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവമാണ്. ഹോട്ട്സ്റ്റാറിൽ ബോട്ടുണ്ടെന്ന് പറഞ്ഞാലോ, ടെലഗ്രാമിൽ ബോട്ടുണ്ട്, വാട്സപ്പിൽ ബോട്ടുണ്ട്, വാട്സപ്പ് ബോംബുണ്ടെന്നൊക്കെ പറഞ്ഞാലും യൂട്യൂബിൽ ഒരു പരിപാടി എൻ്റെ പൊന്നു മക്കളെ നടക്കൂല. കൂടിപ്പോയ റിപ്പോർട്ട് അടിച്ച് വിടാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തോട്ട് യൂട്യൂബിൽ ഒരു പരിപാടി ഏക്കൂല. അപ്പോൾ ഇത് പറയുന്ന ഇത് ഫോളോ ചെയ്തിരിക്കുന്ന ആൾക്കാർ മണ്ടന്മാരല്ല, അത് ആദ്യം മനസ്സിലാക്കണം. അപ്പം നൂറയുടെ എവിക്ഷൻ്റെ പിന്നിൽ തികച്ചും 50,000-ഓളം ആൾക്കാരും പറയുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിൽ? റീ എൻട്രി ചെയ്ത ചിലർ കാരണോ എന്നാണ് പറയുന്നത്. 100% ഞാൻ അതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. അത് കുത്തിയിരിക്കാൻ ആൾക്കാർ. അതിന് കുറേ കമൻ്റ് ഉണ്ട്, ഞാൻ വായിക്കുന്നില്ല. അത് വായിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല ഇന്നത്തെ വിഷയങ്ങളൊന്നും. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടോപ്പ് 5 ആരൊക്കെയാണ്, ഏതൊക്കെ പൊസിഷനിൽ വരും എന്നുള്ളത്. അതോടൊപ്പം തന്നെ എപ്പിസോഡിൻ്റെ റിവ്യൂവും പറയാം. ബിഗ് ബോസ് സീസൺ 7-ന്റെ ഡേ 97 അവസാനത്തെ ഡേയുടെ നവംബർ 8-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നുപോവല്ലേ, ചെയ്യണം. ഫിനാലെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും ഓടാൻ നിൽക്കണ്ട. എനിക്ക് കുറച്ച് ചില വെളിപ്പെടുത്തലുകളുണ്ട്, ഞാൻ പറയട്ടെ, അത് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ മോർണിംഗ് സോങ് ഫുള്ള് തമിഴാണ്. മലയാളം സ്റ്റോക്കൊക്കെ തീർന്നെന്ന് തോന്നുന്നു. നൂറയും അക്ബറും കൂടെ അനുമോളെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് മോർണിംഗ് തന്നെ. ഇവർക്ക് എന്താ വീണ്ടും ഇനി ഫ്രണ്ട്ഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് ചൂസ് ചെയ്യണമെന്നൊക്കെ അക്ബർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ണാടിയിലെ ടാസ്ക്, കണ്ണാടിയിൽ നോക്കി നെവിൻ കാര്യങ്ങൾ പറയുന്നു, അനു പറയുന്നു, നൂറ പറയുന്നു, നെവിൻ പറയുന്നു, ഷാനവാസ് പറയുന്നു, പിന്നെ നൂറ പറയുന്നു, അനുമോൾ പറയുന്നു. ഇന്നലെ അനീഷും അക്ബറും പറഞ്ഞു കഴിഞ്ഞല്ലോ. അവരവരെ നോക്കി പറയുന്ന കാര്യങ്ങളാണ്. വേറെ അതിനകത്ത് സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. അനുമോൾ കുറേ ഇറങ്ങി മെഴുകുന്നു, അത്രേ ഉള്ളൂ അതിനകത്ത്. ഇനി എവിക്ഷനാണ്, നൂറയുടെ എവിക്ഷൻ അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. എനിക്ക് നേരത്തെ പറഞ്ഞതിനപ്പുറത്തോട്ട് ഒന്നും പറയാനില്ല. വീട്ടിനകത്ത് കയറി അലമ്പുണ്ടാക്കി തന്നെയാണ് നൂറ വെളിയിലായത്. പൂർണ്ണ ഉത്തരവാദിത്തം 99.99% ഉത്തരവാദിത്വവും ഈ പുറത്തുനിന്ന് പോയവർ കാരണമാണ്. നൂറ, ആദില, നിങ്ങൾ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 90% ഓഫ് നിങ്ങളെ എവിക്ഷൻ ആവാൻ കാരണം ഇവർ നിങ്ങളെ മാനിപ്പുലേറ്റഡ് ചെയ്തതുകൊണ്ടാണ്. ഒന്നുകിൽ അനുമോൾ ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്കൊരു 2 ഡേ കൂടി വെയിറ്റ് ചെയ്തിട്ട് വലിച്ചു കീറാമായിരുന്നു. 2 ഡേ കൂടി വെയിറ്റ് ചെയ്തിട്ട് അനുവിനെ വലിച്ചു കീറാമായിരുന്നു. നിങ്ങൾ അന്നേരം സത്യം പറഞ്ഞാൽ എന്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു എന്നറിയാമോ നിങ്ങൾ അതിനകത്ത് വന്നിട്ട്. ആ ഷോ സ്റ്റാർട്ടിങ് ഡേ 0 മുതൽക്ക് ഈ 92 ഡേയ്സും നിങ്ങളിൽ പോസിറ്റിവിറ്റി ആയിരുന്നു. ഒരു 90% ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാക്കിയൊക്കെ പോസിറ്റിവിറ്റി ആയിരുന്നു. ഇരുട്ടുന്നവരെ വെള്ളം കോരിയിട്ട് കലം കൊണ്ടിട്ട് ഉടച്ചു, കുളിപ്പിച്ച് കൊച്ചിനെ കൊന്നെന്ന് പറയുന്ന അവസ്ഥയാക്കി കളഞ്ഞു നിങ്ങൾ. ഇപ്പം ആൾക്കാർ പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞതാണ് കറക്റ്റ്, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന്. ആ ലെവലിൽ വരെ കാര്യങ്ങൾ എത്തിച്ച ഇവൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നും പറയാനില്ല ആ ഒരു കേസിൽ. നൈറ്റിലെല്ലാവരെയും ഗ്രൂമിങ് ഒക്കെ കഴിയുന്നുണ്ട്, ലൈവൊക്കെ എൻഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് പോളുകളൊന്ന് ഡിസ്കസ് ചെയ്യാം. ആര് ജയിക്കുമെന്ന് ചോദിച്ചിട്ട് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുമോൾ ജയിക്കുമോ അതോ അനീഷ് ജയിക്കുമോ? അതിനകത്ത് കുറച്ച് പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ, 40,000 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. 76% ആൾക്കാരും പറയുന്നത് അനുമോൾ എന്നാണ്, 24% ആൾക്കാർ പറയുന്നത് അനീഷ് എന്നാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനിയും ഏതാണ്ട് 1 മണിക്കൂറുള്ള വോട്ടിങ് ബാക്കിയുണ്ട്. ഇനി എൻ്റെ ഒരു പ്രഡിക്ഷനാണ് പറയാൻ പോകുന്നത്. എൻ്റെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. അറിയില്ല എങ്ങനെ ആവും എന്നുള്ളത് കണ്ട് തന്നെ അറിയാം. ഞാൻ പ്രതീക്ഷിക്കുന്നത് 1ാം സ്ഥാനത്ത് അനുമോൾ, മാറ്റം വരാനുള്ള സാധ്യതകൾ കുറവാണ്. 1ാം സ്ഥാനത്ത് അനുമോൾ ആയിരിക്കും. 2ാം സ്ഥാനത്ത്, അതായത് റണ്ണറപ്പ് അനീഷ് ആയിരിക്കും. 3ാം സ്ഥാനത്തിലാണ് ഞാനൊരു ഡൗട്ട് അടിച്ച് നിൽക്കുന്നത്. കാരണം ഷാനവാസിന്റെ ഇപ്പോഴത്തെ നില എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല. ഷാനവാസ് കയറുമോ അക്ബർ കയറുമോ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും ഷാനവാസ് ഞാൻ പറയാം. ഷാനവാസ്, അക്ബർ വന്നു കഴിഞ്ഞാൽ ഡിസേർവിംഗ് ആണ്. ഷാനവാസ് ഓർ അക്ബർ, 3rd 4th ഷാനവാസ് ഓർ അക്ബർ, 5th പൊസിഷൻ നെവിൻ. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ കരുതുന്ന ഒരു സാധനം ഇതാണ്. ഇനി അനുമോളുടെ ഭാഗത്താണോ ഞാൻ, അനീഷിന്റെ ഭാഗത്താണോ ഞാൻ, ഇതാണ് നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം. ഞാൻ അനീഷിന്റെ PR ആണോ അനുമോളുടെ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ നിങ്ങൾ ഇതാ കേട്ടോളൂ എൻ്റെ സുഹൃത്തുക്കളെ. നാളെ അനീഷ് ജയിച്ചാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൈകൊട്ടും, അനുമോൾ ജയിച്ചാലും നിങ്ങളുടെ മുന്നിൽ കൈകൊട്ടും. കാരണം ബോത്ത് ഓഫ് ദം ആർ ഡിസർവിങ് ടു ഹിറ്റ് ദ കപ്പ്. കപ്പടിക്കാൻ 2 പേർക്കും ഈക്വലി അവിടെ എന്താ പറയുക, ഈക്വലി ഉള്ള എല്ലാ അവകാശവും എല്ലാ യോഗ്യതയും ഉണ്ട്. 2 പേർക്കും 2 വേയിൽ ഗെയിം കളിച്ച ആൾക്കാരാണ് 2 പേരും. അപ്പം അതുകൊണ്ട് 2 പേരിൽ ആര് കപ്പടിച്ചു കഴിഞ്ഞാലും എനിക്ക് സന്തോഷമാണ്. ഈ 2 പേരല്ലാതെ 3ാമതൊരാൾ കപ്പടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ അല്ല. ബിക്കോസ് ഇപ്പം നിൽക്കുന്നവരിൽ ഈ 2 പേര്. കഴിഞ്ഞ തവണ ഇതുപോലെ ഞാൻ 2 പേര് പറഞ്ഞത് ആരുടെയൊക്കെ ആയിരുന്നു? ജിൻഡോയുടെയും ജാസ്മിൻ്റെയും പേരാണ് ഞാൻ പറഞ്ഞത്. നിവൃത്തിയില്ലാതെ അറിയാലോ, ഞാൻ പറഞ്ഞത് തമ്മിൽ ഭേദമാണ്, വേറെ ഒന്നും കരുതരുത്. ഞാൻ പറഞ്ഞു തമ്മിൽ ഭേദമാണ് ജിൻഡോയും ജാസ്മിനും. ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പോയത്. ഇത്തവണയും അതുപോലെ. ഇത്തവണ തമ്മിൽ ഭേദമല്ല, ഒരിക്കലും തമ്മിൽ ഭേദമൊന്നും ഞാൻ പറയില്ല. കാരണം നമുക്കൊരു സൂപ്പർ ടോപ്പ് 5 ആണ് കിട്ടിയത്. ടോപ്പ് 5-നകത്ത് ഞാൻ ഒരിക്കലും അൺഡിസർവ്ഡ് പറയത്തില്ല. ഡിസർവിംഗ് ആയിട്ടുള്ള എല്ലാവരും ടോപ്പ് 5-ൽ ഉണ്ടായിരുന്നു. നൂറ കൂടി വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നൂറയോ നെവിനോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു. അനീഷ്, ഷാനവാസ്, അനുമോള്, അക്ബർ, ഇവർ 4 പേരും
ടോപ്പ് 5 വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നു. ഡിസർവിംഗ് ആണ്, ഭയങ്കര സൂപ്പർ ഡിസർവിംഗ് ആണ് ഇവർ 4 പേരും. 5ാമത്തെ പൊസിഷനിൽ നെവിനാണോ നൂറയാണോ എന്നുള്ള ചോദ്യം എനിക്ക് ഇപ്പോഴും എൻ്റെ കയ്യിൽ അതിന് ഉത്തരമില്ല. ബിക്കോസ് ബോത്ത് ഓഫ് ദം ആർ ഈക്വലി ഡിസർവ്ഡ് ആ ഒരു 5th പൊസിഷന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് നൂറ കൂടി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നെവിൻ എവിടെ ഉണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നെവിൻ ഈ സീസണിൻ്റെ 100 ദിവസത്തിൽ നമ്മൾ ഇതിനകത്ത് വഴക്കും അടിയും ഈ പുഴുത്ത വർത്താനം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചത് നെവിനെ കണ്ടിട്ടാണ്. ചിരി വെറുതെ കളയാൻ പറ്റില്ല മക്കളെ. ഫൺ ഫാക്ടർ, എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കംപ്ലീറ്റ്ലി നെവിൻ തന്നെയാണ് ഈ സീസണിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നെവിൻ ടോപ്പ് 5 ഡിസർവിംഗ് ആണ്. അതേസമയം നൂറ ടോപ്പ് 5 ഡിസർവിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റിവിറ്റി ഒത്തിരി കൊടുത്തിട്ടുള്ള ഒരാളാണ് നൂറ. നെഗറ്റിവിറ്റി മാത്രമല്ല ഒരു ഷോയുടെ ബാധിക്കുന്നത്. ഇപ്പോൾ ഈ ഷോ അകത്ത് പല ലെവലിലായിരിക്കാം വന്നിട്ടുള്ളത്, പക്ഷെ പുറത്തുനിന്ന് പ്രൊജക്ട് ചെയ്യുന്ന ലെവലിൽ അനുമോള് നായിക, വില്ലൻ, അക്ബർ, ഇതാണ് പുറത്ത് വന്നിരിക്കുന്ന സാധനം. നമ്മളെപ്പോഴും മനസ്സിലാക്കാനുള്ളത് പ്രൊട്ടാഗണിസ്റ്റിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടോ അതുപോലെ തന്നെ ആൻറ്റഗോണിസ്റ്റിനും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മീൻസ് കഥയിലെ നായകനോ നായികയ്ക്കോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതുപോലെ തന്നെ വില്ലനും അല്ലെങ്കിൽ വില്ലത്തേക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അക്ബറും അനുവും ഭയങ്കര ഡിസർവിംഗ് ആണ്. അനീഷും ഡിസർവിംഗ് ആണ് ടോപ്പ് 5 വരാനായിട്ട്. ഷാനവാസും സ്ക്രീൻ സ്പേസ് അടിച്ചെടുത്ത ആളാണ് ഷാനവാസ്. ഓരോരുത്തർക്കും വെറൈറ്റി ഗെയിമാണ്. ഈ സീസൺ അവസാനിക്കുമ്പോൾ ആരും ഇമേജ് നോക്കി കളിച്ചില്ല, ഇമേജ് നോക്കി ഇരുന്നില്ല എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റുന്ന ഒരു കാര്യം. ആർക്കും ഇതിനകത്ത് ഇമേജ് ഇല്ലായിരുന്നു. ആർക്കും അവരുടെ ഇമേജിനെ കുറിച്ച് ഒരു ബോധയുടെ അല്ലായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ശരിക്കും ഇതിനകത്ത് മേക്കേഴ്സ് കാണിച്ച വേലകൾ, ടാസ്കുകൾ കൊടുക്കാതെ ഇരിപ്പ്, പിന്നെ ഗ്രൂപ്പ് കളികൾ, ഇതെല്ലാം കൊണ്ട് അനുമോള് കയറി വന്നു. ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ട് മാത്രമാണ് അനുമോൾ അവിടെ കയറി വന്നത്. ഞാൻ ഇന്നും പറയില്ല അനുമോളുടെ കഴിവ് കൊണ്ട് കയറി വന്നതാണ്. അനുമോൾ അവിടെ അനുമോൾ കോണ്ടന്റ് ഉണ്ടാക്കിയതല്ല, ഇവരുണ്ടാക്കി കൊടുത്തതാണ്. ഓപ്പോസിറ്റ് ചെയ്യുന്ന ബുള്ളി ഗ്യാങ് ഉണ്ടാക്കി കൊടുത്ത കോണ്ടന്റ് തന്നെയാണ് അനുവിനെ കയറി വരാൻ സഹായിച്ചത്. എസ്പെഷ്യലി ഫസ്റ്റ് 35 ഡേയ്സ് ഇൻക്ലൂഡിങ് അപ്പാനി ഇഷ്യൂസ്. ഓക്കെ, അതുകൊണ്ട് നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അനീഷിനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നുള്ള കാര്യം ഇവർക്ക് പിടികിട്ടി. അനീഷിന് വ്യക്തമായ ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനെ അതിനകത്ത് ഹേർട്ട് ചെയ്യാതെയാണ് അനീഷ് കളിച്ചിട്ടുള്ളത്. അനീഷിൻ്റെ ഒരു സൂപ്പർ പ്ലേ ആണ്. അനുമോളിൻ്റെതും അനീഷിൻ്റെ സൂപ്പർ പ്ലേ ആണ്. എനിക്ക് അനുമോളുടെ പ്ലേനെക്കാളും സൂപ്പർ പ്ലേ എന്ന് പറയാൻ പറ്റുന്നത് അനീഷിൻ്റെ പ്ലേ ആണ്. ബിക്കോസ് അനീഷോട് ഒരു മനുഷ്യനെ വിറപ്പിക്കാതെ ഒരു പരദൂഷണമോ ഏഷണിയും പറയാതെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായി എന്ത് പറയണമോ, നിലപാട് ശരിയോ തെറ്റോ, ദിസ് ഈസ് മൈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, ദിസ് ഈസ് മൈ ഡിസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനുള്ള കരുത്ത് ചില്ലറ കരുത്തൊന്നും അല്ല അത്. അക്ബർ, അയാളിലുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെയും അയാൾ വിട്ടുകൊടുക്കത്തില്ല. ഇവനൊരു തെറ്റ് വന്നാൽ പോലും തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് മാറ്റി നിർത്തിയാൽ പറയാം, ഞാൻ അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷേ ദിസ് ഈസ് ദ റിയാലിറ്റി, നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും. വെരി ഗുഡ് ക്വാളിറ്റിയാണ് മറ്റൊരാളുടെ മുന്നിൽ വിട്ടുകൊടുക്കാതെ മാറ്റി നിർത്തിയാൽ തെറ്റ് പറഞ്ഞു കൊടുക്കുന്നത്. ഷാനവാസ്, ഇനി എത്രയൊക്കെ അയാൾ അവിടെ ഫേക്ക് കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ ഉള്ളിൽ അയാൾ എല്ലാം ഹൃദയത്തിലോട്ട് എടുക്കുന്ന ഒരു പേഴ്സണാണ്. അയാൾക്കവിടെ ഗെയിം ഉണ്ടായിരിക്കും, പക്ഷേ ആ ഗെയിമിനും അപ്പുറത്തേക്ക് എടുത്ത് ഗെയിം ആണെങ്കിൽ ഇത് അയാളുടെ ഹൃദയമാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ എല്ലാം ഹൃദയത്തിലോട്ടാണ് എടുക്കുന്നത്. ഒരു ഹൃദയമുള്ള ഒരു മനുഷ്യനാണത്. അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും വെറൈറ്റി ക്വാളിറ്റി ഉള്ള നെവിൻ എന്തെല്ലാം അടി അതിനകത്ത് പൊട്ടിച്ചിട്ടുണ്ട്. ചില സമയം നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. സ്വന്തമായിട്ട് 4 നെവിൻ കണ്ടന്റ് ഉണ്ടാക്കുന്ന പോലെ തോന്നും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഷോ, എൻഡ് ഓഫ് ദ ഡേ, നെവിൻ ഈസ് ലൈക്ക് എ പ്യൂവർ ജെം. ഒരു പ്യുവർ ജെമ്മാണ് നെവിൻ. ഒന്നും പറയാൻ എനിക്കില്ല, കണ്ടു തന്നെ അറിയാം. ഇനി പ്രൊമോ വരട്ടെ, പ്രൊമോയുടെ അപ്ഡേറ്റുകൾ, ബാക്കി നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.